വെൽക്കം ബാക്ക് ടു റെയിൻബോ ക്ലാസ്സസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പാത്ത് ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ എവല്യൂഷനെ പറ്റിയിട്ടാണ്. മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടായത്, മനുഷ്യനുള്ള ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, മനുഷ്യൻ എങ്ങനെയാണ് ആദിമ മനുഷ്യരിൽ നിന്നും പഴയകാലത്തെ മനുഷ്യരിൽ നിന്നും ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ജീവിയായിട്ട് മാറിയത് എങ്ങനെയാണ്, അതിന് സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ച പലതരത്തിലുള്ള തിയറി, ലാമാർക്കിസം, ഡാർവിനിസം, അങ്ങനെ കുറേ തിയറീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ പാഠത്തിൻ്റെ ലാസ്റ്റിൽ നെർവസ് സിസ്റ്റം, മനുഷ്യൻ്റെ നെർവസ് സിസ്റ്റത്തിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വൈകാതെ തന്നെ ചാപ്റ്ററിലോട്ടേക്ക് പോവാം. അപ്പോൾ ഈ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു കേസ് സ്റ്റഡി പറഞ്ഞിട്ട് കൊണ്ടാണ് ഈ ചാപ്റ്റർ തുടങ്ങുന്നത്. ഈ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്നത് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയാണ് പറയുന്നത്. ഒരു യങ് മാനിന് ചുമയായിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം ട്യൂബർകുലോസിസ് ആണ് അദ്ദേഹത്തിൻ്റെ രോഗമെന്ന് കണ്ടുപിടിച്ചു. ട്യൂബർകുലോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷയരോഗമാണ് ഇദ്ദേഹത്തിൻ്റെ അസുഖമെന്ന് കണ്ടുപിടിച്ചു. അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിലുള്ള എക്സ്റേയും ലങ്സിൻ്റെ ഫ്ലൂയിഡും ഡയഗ്നോസിസ് ചെയ്തപ്പോൾ അത് ട്യൂബർകുലോസിസ് ആണ്, അതെങ്കിൽ ക്ഷയരോഗമാണ് എന്ന് അദ്ദേഹം ഡോക്ടർ ഡിറ്റക്റ്റ് ചെയ്തു. അപ്പോൾ ഡോക്ടർ എന്ത് കൊടുത്തു, 6 വീക്കിലേക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു. തുടർന്ന് വരുന്ന 33 വീക്കിലേക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സും കൊടുത്തു, ഈ രോഗിക്ക് ഡോക്ടർ കൊടുത്തു. കുറേ നാളുകൾക്ക് ശേഷം ഈ മരുന്നിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഈ ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന അസുഖം മാറി, ക്യൂർഡായി. അതിനുശേഷം 2 മാസത്തിനു ശേഷം ഈ യങ് മാൻ തന്നെ ഹോസ്പിറ്റലിൽ സെയിം സിംറ്റംസ് തന്നെ വന്നതുകൊണ്ട് തന്നെ വീണ്ടും ഹോസ്പിറ്റലിൽ വരാണ് കാണാനായിട്ട്. അപ്പോൾ ഡോക്ടർ മുമ്പ് കൊടുത്ത അതേ ട്രീറ്റ്മെൻറ്റ് തന്നെ ഈ രോഗിക്ക് കൊടുത്തു. 10 ദിവസം അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കാണിച്ചപ്പോൾ ട്യൂബർകുലോസിസ് ബാക്ടീരിയ ആണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വന്നതെന്ന് ഡോക്ടർ കണ്ടുപിടിച്ചു. അപ്പോൾ അതിനെതിരെ ഡോക്ടർ ആദ്യ അസുഖം വന്നപ്പോൾ കൊടുത്ത അതേ ആൻറ്റിബയോട്ടിക്സ് തന്നെ ഈ അസുഖത്തിനും കൊടുത്തു. പക്ഷെ ഈ ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയക്കെതിരെ കൊടുത്ത ഈ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ടും സംഭവിച്ചില്ല, ഈ രോഗം മാറിയില്ല. അപ്പോൾ ഡോക്ടർക്ക് സംശയമായില്ലേ. ഡോക്ടർ എന്ത് ചെയ്തു എന്നറിയോ, ഡോക്ടർ ഈ രോഗിയുടെ കഫത്തിൽ നിന്ന് ഈ ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ DNA പറ്റി നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ ബാക്ടീരിയയുടെ DNA സംഭവിച്ചിട്ടുണ്ട്, മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. മ്യൂട്ടേഷൻ എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് ബാക്ടീരിയയുടെ ജീവിയുടെ DNA ഉണ്ടാകുന്ന സഡൻ ആയിട്ടുള്ള ചേഞ്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, മ്യൂട്ടേഷൻ എന്ന് വിളിക്കുക. നമുക്ക് രണ്ടാമത് രോഗം വന്നപ്പോൾ ആ രോഗത്തിന് കാരണം മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു ജീനാണ് എന്ന് മനസ്സിലായി. അപ്പോൾ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീൻ നമ്മൾ കൊടുത്ത ആൻറ്റിബയോട്ടിക്കിനോട് റെസിസ്റ്റൻ്റ് ആണ്, അതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള കഴിവ് ആർക്കുണ്ട്, ഈ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയയ്ക്കുണ്ട്. അതുകൊണ്ടാണ് സംഭവിച്ചത്, ഈ രോഗത്തിനെതിരെയായിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടും ഈ രോഗത്തിനെതിരെയായിട്ട് സംഭവിക്കാഞ്ഞത്, പ്രതിരോധിക്കാൻ കഴിയാതിരുന്നത്. അപ്പോൾ ഇതൊരു കേസ് സ്റ്റഡി ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതി, ഇതിൽ നിന്ന് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം നമുക്ക് തന്നിട്ടുണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദി ട്രീറ്റ്മെൻറ്റ് ഗീവ് ഇനീഷ്യലി ടു ക്യൂർ ദി ഡിസീസസ്, വാട്ട് വാസ് ദി റിസൾട്ട്. എന്ത് ട്രീറ്റ്മെൻറ്റാണ് ആദ്യം രോഗം വന്നപ്പോൾ അത് ക്യൂർ ചെയ്യാന്ന് വെച്ചാൽ മാറാൻ വേണ്ടിയിട്ട്, ആ ഡിസീസസ് മാറാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തത്, അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്നാണ് ആദ്യത്തെ ചോദ്യം. നമുക്കറിയാം, ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു അല്ലേ, അതിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് അസുഖം ക്യൂറായി, അതാണ് അതിൻ്റെ റിസൾട്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട്
വാട്ട് ഡിഡ് ദി ഡിസീസ് ഗെറ്റ് ക്യൂർഡ് ഈവൺ ആഫ്റ്റർ ഗീവിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ ദി സെക്കൻഡ് ടൈം. അതായത് എന്തുകൊണ്ടാണ് സെക്കൻഡ് ടൈമിൽ ഇതേ അസുഖം വന്നപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ടും ആ അസുഖം മാറാതിരുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം, മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയയാണ് രണ്ടാമത് വന്നത്. അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്, രണ്ടാമത് അസുഖം വന്നപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്ന ഒരു കൊടുത്തപ്പോൾ നമുക്ക് അതിനെതിരെ പ്രതിരോധിക്കാനായിട്ട് കഴിയാതിരുന്നത്. ഇനി ഹൗ ഡിഡ് ട്യൂബർകുലോസിസ് ബാക്ടീരിയ അക്വയർ റെസിസ്റ്റൻറ്റ് ടു ആൻറ്റിബയോട്ടിക്സ്? എങ്ങനെയാണ് ട്യൂബർകുലോസിസ് ബാക്ടീരിയ അക്വയർ ചെയ്തത്? ആൻറ്റിബയോട്ടിക്സിനെതിരെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ ട്യൂബർകുലോസിസ് ബാക്ടീരിയയ്ക്ക് എങ്ങനെയാണ് ലഭിച്ചത്? ട്യൂബർകുലോസിസ് ബാക്ടീരിയ എന്ത് ചെയ്തു, മ്യൂട്ടേറ്റ് ചെയ്തു. അങ്ങനെയാണ് അവർക്ക് എന്ത് ചെയ്തത്, ആൻറ്റിബയോട്ടിക്സിനേക്കാളും എതിർത്ത് നമ്മുടെ ശരീരത്തിൽ ജീവിക്കാനുള്ള ശക്തി കിട്ടിയത്, കഴിവ് കിട്ടിയത്. ഇനി വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദി ബാക്ടീരിയ ട്രാൻസ്മിറ്റ് ദിസ് എബിലിറ്റി ടു നെക്സ്റ്റ് ജനറേഷൻ? അതായത് ഈ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് പിന്നീട് നെക്സ്റ്റ് ജനറേഷൻ ആയിട്ട് മാറുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നമുക്ക് വരുന്ന ഈ ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ഈ അസുഖം എന്ത് സംഭവിക്കും, നമുക്ക് ലോകം മുഴുവൻ എന്ത് ചെയ്യും, ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന അസുഖവും അതിനെതിരെ നമുക്ക് ഒരു എഫക്റ്റീവായിട്ടുള്ള മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് കൊറോണ ഒക്കെ വന്നപ്പോൾ അതിന് മരുന്ന് കണ്ടുപിടിക്കാൻ, ആ ഒരു അസുഖത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയ്ക്ക് എതിരെയായിട്ടുള്ള മരുന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. അതേപോലെ തന്നെ ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയ്ക്ക് ഇതുപോലെ തന്നെയാണ് ട്യൂബർകുലോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയ്ക്ക് എതിരായിട്ട് നമുക്ക് എന്തുണ്ടാവില്ല, മരുന്നൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ കാരണം എന്താ, അത് റെസിസ്റ്റൻ്റ് ആണ്, അത് മ്യൂട്ടേഷൻ സംഭവിച്ച ബാക്ടീരിയ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ഈ രോഗം പടർന്നു പിടിക്കാനായിട്ട് കാരണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിനെതിരെ പ്രതിരോധിക്കുന്ന മരുന്നുകൾ കണ്ടുപിടിക്കാൻ എന്തുണ്ടാവും, റിസർച്ചേഴ്സ് ഒഴുകുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചതനുസരിച്ച് ഒന്ന് എഴുതാവുന്നതാണ്. നിങ്ങൾക്ക് ആ ചാപ്റ്റർ ആ ഭാഗം മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചോദിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു പോയിന്റിലോട്ടേക്ക് പോകാം. അടുത്തത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു പേപ്പർ കട്ടിംഗ് ആണ്. ആ പേപ്പർ കട്ടിങ്ങിൽ സൂപ്പർ ബഗ്സ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയനെ പറ്റിയിട്ടാണ് പറയുന്നത്. സൂപ്പർ ബഗ്സ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡോക്ടർമാർ ഹെൽത്ത് പ്രൊഫഷണൽസും മോസ്റ്റ് ട്രസ്റ്റഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. ആൻറ്റിബയോട്ടിക്സിന് അതിനെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ബാക്ടീരിയയാണ് സൂപ്പർ ബഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. നമ്മൾ അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് കൊടുത്താൽ പോലും അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻറ്റിബയോട്ടിക്സിന് ഈ സൂപ്പർ ബഗ്സ് എന്ന് പറയുന്ന ബാക്ടീരിയനെ എന്ത് ചെയ്യാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക്സിന് എതിരെയും പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ബാക്ടീരിയാസ് ആണ് എന്തെന്ന് പറയുന്നത്, സൂപ്പർ ബഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബാക്ടീരിയ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ മനുഷ്യന്മാരുടെ ഹെൽത്തിനെ അത് മാരകമായിട്ട് ബാധിക്കൂലേ. കാരണം നമുക്കറിയാം, നമുക്ക് കൊറോണ വൈറസ് കണ്ടുപിടിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊറോണ വൈറസ് കണ്ടുപിടിച്ചപ്പോൾ നമുക്കൊരു ലോക്ക്ഡൗൺ പീരീഡ് ആയിരുന്നു നമ്മുടെ ആ സമയം എന്ന് പറയുന്നത്. അതിനെതിരെയായിട്ട് മരുന്ന് കണ്ടുപിടിക്കുന്നത് വരെ നമുക്കൊരു ലോക്ക്ഡൗൺ പീരീഡ് ആയിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് പ്രൊഫഷണൽസും അതേപോലെ തന്നെ ഡോക്ടർമാരും ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ട് വിചാരിച്ചിരുന്ന മരുന്നിന് പോലും നശിപ്പിക്കാൻ കഴിയാത്ത ബാക്ടീരിയാസ് ആണ് എന്തെന്ന് പറയുന്നത്, സൂപ്പർ ബഗ്സ് എന്ന് പറയുന്ന ബാക്ടീരിയാസ്. അപ്പോൾ അതിനെ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾക്കത് എന്തിന് കാരണമാകും, നമുക്ക് ഗ്ലോബൽ ആയിട്ടുള്ള മാരകമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാനായിട്ട് കാരണമാകുമെന്ന് ഡോക്ടർമാർസിൻ്റെ ഇടയിലും ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ഇടയിലൊക്കെ ഒരു സംശയം വരുന്നുണ്ട് എന്നാണ് ഒരു പേപ്പർ കട്ടിങ് പോലെ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്കിവിടെ നിങ്ങൾക്ക് ഇത് പഠിക്കാനില്ല, എക്സ്ട്രാ റീഡിങ്ങിന് തന്നിരിക്കുന്നതാണ്. എന്നാലും സൂപ്പർ ബഗ്സ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, അപ്പോൾ നമ്മൾ പറഞ്ഞ ബാക്ടീരിയനെ പറ്റിയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ബഗ്സ് എന്ന് പറയുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്സിനോട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ് സൂപ്പർ ബഗ്സ് എന്ന് പറയുന്നത്. അതൊരു ബാക്ടീരിയ ആണെന്ന് ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അത് മൾട്ടിപ്ലൈ ചെയ്യും. അതേപോലെ തന്നെ അത് ഡിസീസസ്, നമുക്ക് രോഗങ്ങളും ഉണ്ടാക്കും. ഇതെന്താണ്,
മ്യൂട്ടേഷൻ, അതായത് ബാക്ടീരിയക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ സൂപ്പർ ബഗ്സ് എന്ന് പറയുന്ന ബാക്ടീരിയാസ് ഫോം ചെയ്യുന്നത്. ഇത് നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലോട്ടേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതി. സൂപ്പർ ബഗ്സ് എന്ന് പറയുന്ന ബാക്ടീരിയനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? ഇനിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളിലോട്ടേക്ക് പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതി, അതായത് ചേഞ്ച് ഇൻ ദർ എൻവയോൺമെൻറ്റ്, നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ പഴയ കാലത്ത് നമ്മുടെ പഴയ ആദിമ മനുഷ്യർ ജീവിക്കുന്ന പോലെയല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്പോൾ ജീവിക്കുന്നത്. ആദിമ മനുഷ്യർ കല്ലിലൊക്കെ ഉരസിയിട്ടാണ് തീ കണ്ടുപിടിച്ചത്. വസ്ത്രങ്ങൾ ഇലകൾ വെച്ചിട്ടായിരുന്നു മറച്ചിരുന്നത്. അങ്ങനെ വസ്ത്രങ്ങൾ അതൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേപോലെയാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നതല്ല അല്ലേ. നമുക്ക് ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത്. മൊബൈൽ ഫോണിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ലാപ്ടോപ്പിൻ്റെയും ഒക്കെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയ കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് നമ്മുടെ ജീവിതം. അതാണ് ഇവിടെ പറയുന്നത്. ഓർഗാനിസംസ് അവരുടെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനും സർവൈവ് ചെയ്യാനും എന്ത് ചെയ്യും, ഒരുക്കമാണ്. അതായത് നമുക്കറിയാലോ, നമ്മുടെ കാലം മാറുന്നതിനനുസരിച്ച് ആളും മാറണം അല്ലേ. അതേപോലെ തന്നെ ഓർഗാനിസം എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യും, നമ്മുടെ ചുറ്റുമുള്ള പരിസ്ഥിതി മാറുന്നതിനനുസരിച്ച് അതിനോട് അഡാപ്റ്റ് ചെയ്യണം, സർവൈവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇപ്പോഴുള്ള നമ്മുടെ ഒരു ബയോഡൈവേഴ്സിറ്റി ഉണ്ട്, അതായത് ഇപ്പോഴുള്ള ഒരു ജൈവ വൈവിധ്യം ഉണ്ട്. ആ വൈവിധ്യം വന്നത് ഒരു പ്രിമിറ്റീവ് സെല്ലിൽ നിന്നാണ്. അതായത് നമ്മളെല്ലാവരും ഒരു ചെറിയൊരു സെല്ലിൽ നിന്നാണ് വന്നത്. ആ ഒരു ചെറിയൊരു സെല്ലിൽ നിന്നാണ് ഇപ്പോൾ കാണുന്ന ബയോഡൈവേഴ്സിറ്റി ഫോം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രിമിറ്റീവ് സെല്ലിൽ നിന്ന് ഇപ്പോൾ കാണുന്ന ഒരു ബയോഡൈവേഴ്സിറ്റി ഫോം ചെയ്യാൻ കുറേ പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നിട്ടുണ്ട്, ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ, അതായത് എങ്ങനെയാണ് ഓർഗാനിസം ഒരു ചെറിയൊരു സെല്ല് അല്ലെങ്കിൽ ഒരു പ്രിമിറ്റീവ് സെല്ലിൽ നിന്ന് ഇങ്ങനെ ഒരു വലിയൊരു ഓർഗാനിസമായിട്ട് മാറിയത് എന്നതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുറേ സയൻറ്റിസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സയൻറ്റിഫിക് ഡിസ്കഷൻസിന് ഇപ്പോൾ നമുക്ക് ലാമാർക്കിസം പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ ഡാർവിനിസം, അങ്ങനത്തെ കുറേ തിയറീസ് പഠിക്കാനുണ്ട്. മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനൊരു ഓർഗാനിസമായിട്ട് മാറിയതെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള തിയറീസ് സയൻറ്റിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ തിയറിയാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ള തിയറിയാണ് ലാമാർക്കിസം. ലാമാർക്കിസത്തിൻ്റെ തിയറീനെ വിളിക്കുന്ന പേരാണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. ഇതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഇവിടെ, അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന വാക്കുണ്ട്. ഈ രണ്ട് വാക്കുമാണ് ഈ തിയറിയിലെ ഇമ്പോർട്ടൻറ്റ്. ഇൻഹെറിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പാരമ്പര്യം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് ഇൻഹെറിറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരമ്പര്യം. സ്വഭാവങ്ങൾ മാതാപിതാക്കളിൽ നിന്ന് കുട്ടികളിലോട്ടേക്ക് കൈമാറുന്ന മാതാപിതാക്കളിലുള്ള സ്വഭാവങ്ങൾ കുട്ടികളിലോട്ടേക്ക് കൈമാറുന്നതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കാം. അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ലഭിക്കുന്ന, നമ്മൾ തന്നെ സ്വയം വാങ്ങിച്ചെടുക്കുന്നത്, അതായത് മാതാപിതാക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സിനെയല്ല നമ്മൾ പറയുന്നത്, നമ്മൾ സ്വയം അധ്വാനിച്ച് ഉണ്ടാക്കുന്ന ക്യാരക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയും ടീച്ചർമാരാണെന്ന് വിചാരിക്കാം. ടീച്ചർമാരാണ്, നമുക്ക് അവരിൽ ഉണ്ടാവുന്ന കുട്ടി ടീച്ചർ ആവണം എന്ന് ഒരു നിർബന്ധവും ഇല്ല, ശരിയല്ലേ? അച്ഛനും അമ്മയും ടീച്ചറാണ്, അതുകൊണ്ട് കുട്ടിയും ടീച്ചർ ആവണം, അങ്ങനെ ഒരു നിർബന്ധം ആർക്കും ഇല്ലല്ലോ. അതേപോലെ തന്നെ അച്ഛനും അമ്മയും ടീച്ചറാണ് എന്നതിനോട് കൊണ്ട് കുട്ടിയും ടീച്ചർ ആവണം എന്ന് ഒരു നിർബന്ധമില്ല. അപ്പോൾ അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ജീവിത കാലഘട്ടങ്ങളിൽ നമ്മൾ നേടിയെടുക്കുന്ന ക്യാരക്ടേഴ്സിനെയാണ് അക്വയർഡ് ക്യാരക്ടേഴ്സ്
ക്യാരക്ടേഴ്സ്. അങ്ങനെ നേടിയെടുക്കുന്ന ക്യാരക്ടേഴ്സ് നമ്മുടെ ജീവിത കാലഘട്ടങ്ങളിൽ നേടിയെടുക്കുന്ന ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റഡ് ആണ്, അതായത് പാരമ്പര്യമായിട്ട് കൈമാറും എന്നുള്ള തിയറിയാണ് ആര് പറഞ്ഞത്? ലാമാർക്ക് പറഞ്ഞത്. ലാമാർക്കിൻ്റെ ഈ തിയറി പിൻകാലത്ത് എന്ത് ചെയ്തു? സയൻറ്റിസ്റ്റുകൾ ഡിസ്പ്രൂവ് ചെയ്തു, ഇത് തെറ്റാണ് എന്ന് എന്ത് ചെയ്തു? കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാമാർക്കിസത്തിൻ്റെ ലാമാർക്കിൻ്റെ തിയറീനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാമാർക്കിസം. അതിൻ്റെ പേരാണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. ലാമാർക്കാണ് അത് പ്രൊപ്പോസ് ചെയ്തത്. അദ്ദേഹം ഒരു ഫ്രഞ്ച് ബയോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹമാണ് ബയോളജിക്കൽ എവല്യൂഷൻ്റെ ആദ്യത്തെ ഡിസ്കഷൻസ് അദ്ദേഹം ബയോളജിക്കൽ എവല്യൂഷനെ പറ്റിയിട്ട് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റാണ് ലാമാർക്ക്. ലാമാർക്കിൻ്റെ തിയറീനെ വിളിക്കുന്ന പേരാണ് ലാമാർക്കിസം. അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേരെന്താണെന്ന് ചോദിക്കും. തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. കണ്ടോ, അദ്ദേഹത്തിൻ്റെ ഐഡിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാമാർക്കിസം. ഇതാണ് ലാമാർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു ഫിഗറാണ്. അപ്പോൾ എന്താണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് നോക്കണ്ടേ? അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. നോക്കി, ജിറാഫിനെ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു തിയറി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ആദ്യം പറഞ്ഞു, നമുക്കറിയാം ജിറാഫുകളൊക്കെ കഴുത്ത് നീളം കൂടിയിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യം ജിറാഫുകൾ കഴുത്ത് കുറഞ്ഞ ചെറിയ ഒരു ജീവിയായിരുന്നു. അവർ നിലത്തത്തെ താഴെ ഗ്രൗണ്ടിൽ കാണുന്ന പുല്ലുകളാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? അവർ കഴിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് ലാമാർക്ക് ആദ്യം പറയുന്നത്. കണ്ടോ, ജിറാഫ് വിത്ത് ഷോർട്ട് നെക്ക് ദാറ്റ് ഫീഡ് ഓൺ ദി ഗ്രൗണ്ട്. ജിറാഫിന് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു കഴുത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവർ ഗ്രൗണ്ടിൽ കാണുന്ന പുല്ലുകളാണ് ഭക്ഷണമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗ്രൗണ്ടിൽ കാണുന്ന പുല്ലുകൾ ഭക്ഷണമായിട്ട് കഴിച്ച് ഗ്രൗണ്ടിൽ എന്ത് സംഭവിച്ചു? പുല്ലുകൾ ദൗർലഭ്യമായി, അതായത് പുല്ലുകൾ കിട്ടാത്ത അവസ്ഥ വന്നു. ഗ്രൗണ്ടിലുള്ള പുല്ലുകളുടെ ലഭ്യത കുറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് ഫുഡ് കഴിക്കണമല്ലോ. ഫുഡ് കഴിക്കണത്തിൻ്റെ ഭാഗമായിട്ട് ഇവരെന്ത് ചെയ്തു? ഇവരുടെ കഴുത്ത് നീട്ടി മരങ്ങളിൽ, കുറച്ചും കൂടി ഹൈറ്റ് കൂടിയിട്ടുള്ള മരങ്ങളിൽ എന്ത് ചെയ്തു? ഫുഡ് കഴിക്കാനായിട്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ എത്തി കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ കഴുത്തിൻ്റെ നീളം കൂടി എന്നാണ് ആര് പറയുന്നത്? ലാമാർക്ക് പറയുന്നത്. നോക്കി, ദ ജിറാഫ് നെക്ക് ഇലോങ്ങേറ്റ് ആസ് ഇറ്റ് സ്ട്രെച്ച് ഇറ്റ്സ് നെക്ക് ടു റീച്ച് ലീവ്സ് ഫ്രം ദി ഹയർ ബ്രാഞ്ചസ് ഡ്യൂ ടു ഫുഡ് സ്കാർസിറ്റി. ഫുഡ് സ്കാർസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷ്യദൗർലഭ്യം, അതായത് ഫുഡ് കിട്ടാത്ത അവസ്ഥ. അപ്പോൾ ഫുഡ് കിട്ടാതെ വരുമ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് ഈ ജിറാഫുകൾ എന്ത് ചെയ്യും? കഴുത്ത് നീട്ടുമ്പോൾ കഴുത്ത് സ്ട്രെച്ച് ആവും, നീളം കൂടുമല്ലോ. അപ്പോൾ നീളം കൂടും. അങ്ങനെയാണ് ജിറാഫിന് എന്ത് സംഭവിച്ചത്? കഴുത്തിന് നീളം കൂടിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ജിറാഫ് എന്ത് ക്യാരക്ടേഴ്സ് അത്? അവൻ ജനിച്ചപ്പോൾ എന്തായിരുന്നു? കഴുത്ത് കുറഞ്ഞ ക്യാരക്ടറായിരുന്നു അല്ലേ? അപ്പോൾ ഈ കഴുത്ത് കുറഞ്ഞ ക്യാരക്ടറായിരുന്നു. അത് അദ്ദേഹം അവൻ്റെ ജീവിത കാലഘട്ടങ്ങളിൽ അവൻ നേടിയെടുത്ത ക്യാരക്ടറാണ് കഴുത്ത് നീളം കൂടിയ കഴുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് പിന്നീട് വരുന്ന ജനറേഷനിൽ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അത് വലിയ ലോങ്ങർ ആയിട്ടുള്ള നെക്ക്, അതായത് കഴുത്ത് കൂടിയിട്ടുള്ള നീളം കൂടിയ നെക്കുള്ള ജിറാഫുകൾ വരാനായിട്ട് കാരണമായി എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ലാമാർക്ക് പറയുന്നത്. പക്ഷേ ലാമാർക്കിൻ്റെ തിയറി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഡിസ്പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു സയൻറ്റിസ്റ്റ്. എന്തുകൊണ്ടാണ് ഡിസ്പ്രൂവ് ചെയ്തതെന്ന് പറയുമോ? അക്വയർഡ് ക്യാരക്ടർ ഡു നോട്ട് ഇമ്പാക്ട് ചേഞ്ച് ഇൻ ദർ ജനറ്റിക് സ്ട്രക്ചർ ഓഫ് ഓർഗാനിസം ആൻഡ് ദെർഫോർ ആർ നോട്ട് ഇൻഹെറിറ്റഡ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജീനാണ് എന്ത് ചെയ്യുന്നത്? ഇൻഹെറിറ്റ് ചെയ്തിട്ട് പുതിയ തലമുറയിലേക്ക് സ്വഭാവങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ അക്വയർഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ജീവിത കാലഘട്ടങ്ങളിൽ നേടിയെടുക്കുന്ന ക്യാരക്ടേഴ്സ് നമ്മുടെ DNA വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ DNA വഴിയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കുട്ടികളിലോട്ടേക്ക് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അക്വയർഡ് ക്യാരക്ടേഴ്സ് നമ്മുടെ ജനറ്റിക് സ്ട്രക്ചറിൽ വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് അക്വയർഡ് ക്യാരക്ടേഴ്സ് ഇൻഹെറിറ്റ് ചെയ്യത്തില്ല എന്ന് പിൻകാലത്ത് എന്ത് ചെയ്തു? സയൻറ്റിസ്റ്റുമാർ കണ്ടുപിടിച്ചു. അതുകൊണ്ട് നമ്മുടെ ലാമാർക്കിസത്തിൻ്റെ തിയറി എന്ത് ചെയ്തു? ഡിസ്പ്രൂവ് ചെയ്തു. അദ്ദേഹം
പറഞ്ഞത് തെറ്റാണ് എന്ന് എന്ത് ചെയ്തു, തെളിയിച്ചു. അപ്പോൾ ചിലപ്പോൾ ചോദിക്കാം ലാമാർക്കിസത്തിൻ്റെ തിയറി എന്തുകൊണ്ടാണ് ഡിസ്പ്രൂവ് ചെയ്തതെന്ന് ചോദിക്കാം. അപ്പോൾ എഴുതി വെക്കേണ്ട സെൻറ്റൻസ് ആണ് അക്വയർഡ് ക്യാരക്ടേഴ്സ് ഡു നോട്ട് ഇമ്പാക്ട് ചേഞ്ച് ഇൻ ദി ജനറ്റിക് സ്ട്രക്ചർ ഓഫ് ഓർഗാനിസം ആൻഡ് ദെർഫോർ ആർ നോട്ട് ഇൻഹെറിറ്റഡ് എന്ന് എഴുതി വെക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനായിട്ട്. ഇത് ഫസ്റ്റത്തെ പാർട്ടാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ഡാർവിനിസത്തിനെ പറ്റി പഠിക്കാനുണ്ട്, കുറേ തിയറീസും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താൻ. താങ്ക് യു.